السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഏറ്റവും സ്നേഹം ബഹുമാനം ആദം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒരുപാട് ആലിമീങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എത്രയോ ആളുകൾ ദിവസേന മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം എപ്പോഴാണ് മരിക്കുക, ഏത് സമയത്താണ് മരിക്കുക, എവിടെ വെച്ചിട്ടാണ് മരിക്കുക എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ പണ്ഡിതന്മാരുടെ മരണം അങ്ങനെയല്ല. സാധാരണ ആളുകൾ മരണപ്പെട്ടു പോകുന്ന പോലെയല്ലല്ലോ ആലിമീങ്ങൾ മരിച്ചു പോകുക എന്നുള്ളത്. ആലിമീങ്ങളുടെ മരണത്തെ സംബന്ധിച്ച് തന്നെ മഹാന്മാർ പറയുന്നത് കാണാം, മൗത്തുൽ ആലിമി മൗത്തുൽ ആലമാണോ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ മരിച്ചു പോകുക എന്നുള്ളത്. മിഞ്ഞാന്ന് സമസ്തയുള്ള വലിയൊരു മായിൻകുട്ടി മുസ്ലിയാർ സമസ്ത മുഷാവറംഗം മരണപ്പെട്ടുപോയി. അള്ളാഹു അവരുടെ ജീവിതത്തിൽ വന്നുപോയ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഇന്ന് രാവിലെ കേട്ടതോ സമസ്തയുടെ മുഷാവറംഗം ബഹുമാനപ്പെട്ട കട്ടിപ്പാറ കെ അഹമ്മദ് മുട്ടി മുസ്ലിയാറും വഫാത്തായി പോയി. വലിയ ആലിമീങ്ങളാണ്. 10, 30, 35, 40 വർഷത്തോളം കാലം ജാമിയ മർക്കസിന്റെ മുദ്രീസായി സേവനം ചെയ്ത സീനിയർ മുദ്രീസും കൂടിയാണ്. ആയിരക്കണക്കിന് ശിഷ്യന്മാര്, ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ ലോകത്തേക്ക് വാർത്തെടുത്ത വലിയ മഹാനാണ് കട്ടിപ്പാറ മുസ്ലിയാർ. ആ കട്ടിപ്പാറ ഉസ്താദ് ആ കോളേജിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് സ്ഥലത്ത് ദർസ് നടത്തിയിട്ടാണ് 1988 വെച്ചുകൊണ്ട് മർക്കസിലേക്ക് വരുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളുടെ ആലിമീങ്ങളൊക്കെ മരിച്ചുപോയാണ്. നമ്മളിന്ന് കേൾക്കുന്ന ഷാഫിയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, ഹനഫിയിൽപ്പെട്ട ഒരുപാട് ആലിമീങ്ങളും ഷാഫി മദ്ഹബിൽപ്പെട്ട ആലിമീങ്ങളും മരിക്കുന്നതായി കാണുന്നു, ടൂലിടെ കാണുന്നത് കാണാം. പണ്ഡിതന്മാരുടെ മരണം ലോകത്തിന്റെ മരണമാണോ? ആലിമീങ്ങൾ ഇല്ലാതെ വന്നുപോയാൽ പിന്നെ ലോകം അവസാനിക്കാൻ എവിടെയും പോകണ്ട, ലോകത്തിന്റെ സമാപ്തി എന്ന് തന്നെ പറയാം. എത്രത്തെ ആലിമീങ്ങളാണ് മരിച്ചു പോകുന്നത്. അല്ലാഹുവിന്റെ ആലിമീങ്ങൾക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആലിമീങ്ങൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും വിട്ടുകൊടുക്കണം അല്ലാഹ്. മഹാനായ സുൽത്താനുൽ ഉലമ, മഹാനായ സൈനുൽ ഉലമ, മഹാനായ ജീഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്തയുടെ പ്രസിഡന്റ്, നമ്മുടെ സമസ്തയുടെ പ്രസിഡന്റ് മഹാനായ റഈസുൽ മുഹഖിഖീൻ ഈ സുലൈമാൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, അങ്ങനെ തുടങ്ങിയ എല്ലാ ആലിമീങ്ങളും അപ്പുറത്തും ഇപ്പുറത്തുള്ള മുഴുവൻ ആലിമീങ്ങളും അല്ലാഹു ഇവർക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും വിട്ടുകൊടുക്കണം അല്ലാഹ്. നമ്മൾ ആരെയും നമ്മൾ ഉസ്താദുമാർ ചീത്ത പറയാൻ പഠിപ്പിച്ചിട്ടില്ല, തെറി പറയാൻ പഠിപ്പിച്ചിട്ടില്ല. ആലിമീങ്ങളെ സ്നേഹിക്കാനാണ്, ആലിമീങ്ങളെ ബഹുമാനിക്കാനാണ്, സയ്യിദന്മാരെ ബഹുമാനിക്കാനാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരൊറ്റ ആലിമീങ്ങളെയും ഒരൊറ്റ സയ്യിദന്മാരെയും നമ്മൾ ചീത്ത പറഞ്ഞുകൂടാ. ഏതെങ്കിലും സയ്യിദന്മാർ എന്തെങ്കിലും തെറ്റായത് കാണുന്നെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടി കൊടുക്കാന്നല്ലാതെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സയ്യിദ് ഗുരുവായൂരപ്പനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ തെറ്റായ വാചകം പ്രശീലത്തിന് വിരുദ്ധമായി പറഞ്ഞപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ തിരുത്തി കൊടുക്കാൻ നോക്കാന്നല്ലാതെ അവരെ ഉള്ളു മൊത്തം നമ്മൾ ചൊറിഞ്ഞു നോക്കേണ്ടതില്ല. സയ്യിദാണോ നമ്മൾ ബഹുമാനിച്ചിരിക്കണം, സയ്യിദന്മാരെ നമ്മൾ ബഹുമാനിക്കണം. അത് ഏത് പാർട്ടിയും നമ്മൾ നോക്കേണ്ടതില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിലുള്ള പണ്ഡിതന്മാരെ നമ്മൾ ബഹുമാനിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട കട്ടിപ്പാറ ഉസ്താദിന്റെ ഇന്ന് ജനാസക്ക് ആയിരക്കണക്കിന് ആലിമീങ്ങള്, ആയിരക്കണക്കിന് പണ്ഡിതന്മാരാണ് മയ്യസ്കരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, പല പള്ളികളിലും, പല സ്ഥാപനങ്ങളിലും, പല മദ്രസകളിലും ഉസ്താദിന് വേണ്ടി യാസീനും ദിക്റും തഹ്ലീൽ നടത്തിയിട്ടുണ്ട്. അതാണ് നമുക്ക് മരിച്ചാൽ അവസാനമായി നമുക്ക് അവിടെ കിട്ടേണ്ടത്. അതാണ് നമുക്ക് അവിടെ കിട്ടേണ്ടത്. ഇവിടെ ഇത്രയും വർഷം ജീവിച്ചിട്ട് ഉണ്ടാക്കി, ആ ഉണ്ടാക്കിയ സ്വത്തൊന്നും നമ്മൾ കൊണ്ടുപോയിട്ടില്ല. മഹാനായ കട്ടിപ്പാറ ഉസ്താദ് കൊണ്ടുപോയിട്ടില്ല.
ആ കൊണ്ടുപോയതും വെള്ളത്തുണി തന്നെയാണ്. ആ 3 കഷ്ണം തുണിയിൽ തന്നെയാ കൊണ്ടുപോയിട്ടുള്ളത്. പോകുമ്പോൾ അവർക്ക് ഒരുപാട് ആയിരക്കണക്കിന് ശിഷ്യന്മാർ ഉണർത്തിയെടുത്തപ്പോ എത്ര ലക്ഷക്കണക്കിന് ദിക്റുകളാണ്, എത്ര ഖുർആനോത്തുകളാണ്, എത്ര ഖതമുകളാണ് മഹാനവൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവേ, അതുപോലെ ആലിമുകൾ സ്നേഹിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, കട്ടിപ്പാർ ഉസ്താദ് വലിയ പണ്ഡിതനാണ്, വലിയ സൂഫിയാണ്. ബാക്കിയാത്തിൽ നിന്ന് ബാക്കവി ബിരുദം നേടി വന്ന് ധാരാളം ശിഷ്യന്മാരെ ലോകത്തേക്ക് സമർപ്പിച്ച മർക്കസു സഖാഫത്ത് സുന്നയിൽ വലിയ സീനിയർ മുദ്രീസായും കൂടിയിട്ടുണ്ടായിരുന്ന മഹാനവറുകളാണ്. അള്ളാഹുവിടെ ദർജ വരുത്തി കൊടുക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല മാഫ് ചെയ്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഞാൻ കാസർഗോഡ് വെച്ച് സമസ്തയുടെ മുശാവറംഗം കേന്ദ്ര മുശാവറംഗമായ മായിക്കുട്ടി മുസ്ലിയാർ, അള്ളാഹു അവർക്കും അവരുടെ ദർജ അള്ളാഹു എത്തി കൊടുക്കുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു തആല മാഫ് ചെയ്തു കൊടുക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.